കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. നിലമ്പൂർ കാട്ടിലെ കടുവകളുടെ കണക്കെടുക്കാൻ 130 ഗ്രിഡുകളിലായി 260 ക്യാമറകൾ സ്ഥാപിക്കുന്നു. നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലും സൈലന്റ് വാലിയുടെ ഒരു ഭാഗം വനമേഖലയും ഉൾപ്പെടുന്ന പ്രദേശത്താണ് ജില്ലയിൽ ക്യാമറ സ്ഥാപിച്ചുള്ള സർവേ നടക്കുന്നത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നടത്തുന്ന കടുവ കണക്കെടുപ്പിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ക്യാമറകൾ സ്ഥാപിച്ചുള്ള കണക്കെടുപ്പ് നടക്കുന്നത്. 1ാം ഘട്ട സർവേയിൽ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സൗത്ത് ഡിവിഷനിൽ മാത്രമാണ് 3ാം ഘട്ട സർവേയുടെ ഭാഗമായുള്ള ക്യാമറ കണക്കെടുപ്പ് നടത്തുന്നത്. ഇതിൽ നോർത്ത് ഡിവിഷനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ സൗത്ത് ഡിവിഷനിൽ മാത്രമാണ് ജില്ലയിൽ ക്യാമറ സർവേ നടക്കുന്നത്. വനമേഖലകളെ ബ്ലോക്കുകളാക്കി തിരിച്ച് ഓരോ ബ്ലോക്കിലും നേരിട്ട് കാണുന്ന കടുവകൾ, കാഷ്ടം, ടെറിട്ടറി മാർക്ക്, കാൽപ്പാട് തുടങ്ങിയവയാണ് 1ാം ഘട്ടത്തിൽ 8 ദിവസത്തെ സർവേയിൽ നടന്നത്. ഈ വിവരങ്ങൾ അനലൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. ഇതിനുശേഷമാണ് കടുവ സാന്നിധ്യം മനസ്സിലാക്കിയ മേഖലകളെ 130 ഗ്രിഡാക്കി തിരിച്ച് ക്യാമറകൾ സ്ഥാപിച്ചുള്ള കണക്കെടുപ്പ് നടത്തുന്നത്. 2 ചതുരശ്ര കിലോമീറ്ററിനെ ഒരു ഗ്രിഡ് എന്ന നിലയ്ക്ക് തിരിച്ച് ഇവിടെ 6 മുതൽ 10 മീറ്റർ വരെ അകലത്തിൽ മുഖാമുഖമാക്കി 2 വീതം ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. ഭൂനിരപ്പിൽ നിന്ന് 1.5 അടി ഉയരത്തിൽ സ്ഥാപിക്കുന്ന ക്യാമറ കടുവയുടെ വയർഭാഗത്തെ വരകൾ കൃത്യമായി പതിയുന്ന രീതിയിലാണ് സ്ഥാപിക്കുക. പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 47ഉം നെടുങ്കയം സ്റ്റേഷന് കീഴിൽ 60ഉം ഉൾപ്പെടെ കരുളായി വനം റേഞ്ചിന് കീഴിൽ 107 ഗ്രിഡുകളിൽ 214 ക്യാമറകളും, ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 18ഉം കരുവാരകുണ്ട് സ്റ്റേഷന് കീഴിൽ 5ഉം ഉൾപ്പെടെ കാളികാവ് റേഞ്ചിന് കീഴിൽ 23 ഗ്രിഡുകളിലായി 46 ക്യാമറകളുമാണ് സ്ഥാപിക്കുന്നത്. ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച 84 ജീവനക്കാരെയും അവരെ സഹായിക്കാൻ വാച്ചർമാരെയുമാണ് നിയമിച്ചിട്ടുള്ളത്. നോഡൽ ഓഫീസറായി കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ദേശീയ കടുവ കണക്കെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ 2006 വർഷത്തിലെ കണക്കെടുപ്പിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിൽ ഇതിന്റെ 3ാം ഘട്ടമായ ക്യാമറ ട്രാപ്പിംഗ് കാട്ടിൽ സ്ഥാപിക്കുന്ന നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 13 ഫെബ്രുവരി മാസത്തിൽ എല്ലാ സ്റ്റാഫിനും നമ്മൾ ട്രെയിനിങ് കൊടുത്തു. 84 പേരോളം ട്രെയിനിങ് കഴിഞ്ഞ് അതിന് തൊട്ടടുത്ത ദിവസം തൊട്ട് നമ്മൾ ക്യാമറ ട്രാപ്പുകൾ കാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഗ്രിഡുകളായി തിരിച്ച് ഓരോ ഗ്രിഡിലും ഓരോ പെയർ ക്യാമറ വീതം നമ്മൾ സ്ഥാപിച്ചു വരികയാണ്. അതായത് 2 ചതുരശ്ര കിലോമീറ്റർ അളവിലുള്ള ഓരോ ഗ്രിഡുകളായിട്ട് വനമേഖല തിരിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. 23-ാം തീയതി മുതൽ ക്യാമറകൾ പ്രവർത്തന സജ്ജമാവുമെങ്കിലും 25-ാം തീയതി മുതൽ റെക്കോർഡിംഗ് ആരംഭിക്കും. ഇതിനിടയ്ക്ക് ആഴ്ചയിൽ ക്യാമറകൾ ഗ്രിഡ് ചുമതലയുള്ള ജീവനക്കാർ പരിശോധന നടത്തും. കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ടോ, ബാറ്ററി ബാക്കപ്പ് പ്രവർത്തന സജ്ജമാണോ, മോഷണം പോയോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. പിന്നീട് 30 ദിവസത്തിനു ശേഷം തിരിച്ചെടുക്കുന്ന ക്യാമറകൾ പറമ്പിക്കുളം ടൈഗർ റിസർവിനാണ് കൈമാറുക. ഇവർ മെമ്മറി കാർഡ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിക്ക് കൈമാറും. ഇവരാണ് പരിശോധനകൾ നടത്തുക. ന്യൂസ് ബ്യൂറോ, കരുളായി.